ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഇൻഡയറക്റ്റ് ടാക്സ് പേപ്പറിനെ കുറിച്ചുള്ള ഒരു ഓവറോൾ ഐഡിയ തരാനും എങ്ങനെ ഈ പേപ്പർ അപ്രോച്ച് ചെയ്യണം എന്ന് മനസ്സിലാക്കാനാണ് ഈ ഒരു വീഡിയോ. സോ വിൽ സ്റ്റാർട്ട്. സോ ഐ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. അൻവർ അബ്ബാസ് ഫ്രം പാലക്കാട്. 2013 ക്വാളിഫൈ ചെയ്തു. സോ ഓൾമോസ്റ്റ് ഒരു 13 ഇയേഴ്സ് ഇൻ ടു അക്കാഡമിക്സ് ആൻഡ് മോർ ദൻ 6 ഇയേഴ്സ് അസോസിയേറ്റ് വിത്ത് ട്രിപ്പിൾ ഐ. 2013 ഞാൻ പാസ്സാവുന്ന സമയത്ത് തന്നെ എനിക്ക് ആർട്ടിഷിപ്പ് സമയത്ത് തന്നെ ഇൻഡയറക്റ്റ് ടാക്സിൽ നല്ലൊരു എക്സ്പോഷർ കിട്ടിയിരുന്നു. ചെന്നൈയിലും ബാംഗ്ലൂരൊക്കെ MNC കമ്പനീസിൻ്റെ ഓഡിറ്റ്സ് ഒക്കെ ചെയ്ത ശേഷം ഒരു താല്പര്യം ഉണ്ടായിരുന്നു ഇൻഡയറക്റ്റ് ടാക്സ് സബ്ജക്റ്റുമായിട്ട്. സോ അങ്ങനെയാണ് ടീച്ചിങ്ങിലോട്ട് വരുന്നത്. സോ ഞാൻ ക്ലാസ് എടുക്കുമ്പോഴും ഈ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതുകൊണ്ട് കുട്ടികൾക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ സംഭവം ഇങ്ങനെ സ്ഥലത്തുണ്ടായിരുന്നു, നമ്മളിതിങ്ങനെ ചെയ്തു, എന്തൊക്കെ തെറ്റ് ചെയ്തു പണ്ടൊക്കെ, ആ കാര്യങ്ങളൊക്കെ അല്ലേ കുട്ടികളത്ത് നമ്മൾ പറയുമ്പോൾ കുറച്ചും കൂടെ ഇൻട്രാക്റ്റീവായിട്ട് പോകാറുണ്ട്. സോ ആദ്യം നമുക്ക് സബ്ജക്റ്റ് വരികയാണെങ്കിൽ നിങ്ങൾക്കറിയാം ഗ്രൂപ്പ് 1 തേർഡ് പേപ്പറാണ് ടാക്സേഷൻ. അതിലത്തെ പാർട്ട് ബി, A and B ബി ആണ് ഇൻഡയറക്റ്റ് ടാക്സസ് IDT. ഓക്കെ, ടാക്സ് എന്ന് ആലോചിക്കുമ്പോൾ തന്നെ ആദ്യം ഇങ്ങനെ എന്താ പറയുക, ഫുൾ കൺഫ്യൂഷൻസ് ആയിരിക്കും പിള്ളേർക്ക്, എന്തൊക്കെ കുറേ പഠിക്കാണ്ടല്ലോ എന്നുള്ള രീതിക്ക് അല്ലേ. അത് എസ്പെഷ്യലി ഇന്ത്യൻ ടാക്സിൻ്റെ കാര്യം ആലോചിച്ചാൽ ബുക്ക് തുറന്നാൽ തന്നെ ഇങ്ങനെ കിളി പോവും അല്ലേ. പക്ഷെ അതൊക്കെ നമുക്ക് സിംപ്ലിഫൈ തരാം, ഏറ്റവും ലളിതമായിട്ടില്ലേ പറഞ്ഞു തരാം. എങ്ങനെയായിരിക്കും പഠിക്കേണ്ടത്, എങ്ങനെ പഠിക്കണം എന്നൊക്കെ ഇല്ലേ പഠിച്ചു തരാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ടാക്സേഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സസ് ഉണ്ട്. ഡയറക്റ്റ് ടാക്സസ് ഇസ് ഫോർ 50 മാർക്സ്, ഇൻഡയറക്റ്റ് ടാക്സസ് ഇസ് ഫോർ 50 മാർക്സ്. ഡയറക്റ്റ് ടാക്സിന് അണ്ടറിൽ വരുന്നതാണ് ഇൻകം ടാക്സ്. അതാണ് ജസ്റ്റിൻ സാറിന്റെ ടോപ്പിക്കാണ്. ഇൻഡയറക്റ്റ് ടാക്സസ് ആണ് ഞാൻ എടുക്കുന്നത്. ഇൻഡയറക്റ്റ് ടാക്സ് പേപ്പർ ഫസ്റ്റ് ഓഫ് ഓൾ പ്രാക്ടിക്കൽ അക്കൗണ്ട്സ് പോലത്തെ പേപ്പറാണോ അല്ലെങ്കിൽ ലോ പോലത്തെ ഒരു തിയറി പേപ്പറാണോ വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി എ തിയറി പേപ്പർ. വളരെ ചെറിയ കാൽക്കുലേഷൻസ് ഇല്ലേ, മൾട്ടിപ്ലിക്കേഷനും സബ്ട്രാക്ഷനും അഡീഷനൊക്കെ ഇല്ലേ, അങ്ങനെ വരുന്ന വളരെ സിമ്പിൾ കാൽക്കുലേഷൻസ് ഒക്കെ മാത്രം വരുന്ന ഒരു തിയറി പേപ്പർ തന്നെയാണ്. എക്സാമിന് എഴുതുമ്പോൾ നിങ്ങൾ കുറച്ച് കാൽക്കുലേഷൻസ് കുറച്ച് വരുമെങ്കിലും ബേസിക്കലി നമ്മൾ ലോ ആണ് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ലോ ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ആസ് പെർ ദിസ് സെക്ഷൻ ഇറ്റ് ഹാസ് ടു ബി ആഡഡ്, ആസ് പെർ ദിസ് സെക്ഷൻ ഇറ്റ് ഹാസ് ടു ബി ഡിഡക്റ്റഡ്. ഈ രീതിക്കായിരിക്കും നമ്മുടെ അപ്രോച്ച് ഉണ്ടാവുക. ക്ലിയർ. രണ്ടാമതൊരു സ്റ്റുഡൻസ് ഡൗട്ട് വരുന്നത്, സാർ ഈ ആക്ട് എന്നൊക്കെ പറയുന്ന സമയത്ത് അതുപോലെ തന്നെ ഫുള്ളായിട്ടില്ലേ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണം എന്നുള്ളത് വേണ്ട. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക, എപ്പോഴും ഒരു ആക്ടിൻ്റെ അണ്ടറിൽ ഒരു കീവേഡ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഹെൽത്ത് കെയർ സർവീസസ് ആർ എക്സംപ്റ്റഡ്. അപ്പോൾ ഹെൽത്ത് കെയർ സർവീസ് എന്നുള്ള വാക്ക് ഡിഫൈൻഡ് ആണ്. അപ്പോൾ ആ ഡെഫിനിഷനിൽ 2-3 കീവേഡ്സ് ഉണ്ട്, ഇൻക്ലൂഡ്സ്, എക്സ്ക്ലൂഡ്സ് ഒക്കെ പെട്ട്. അങ്ങനത്തെ കുറച്ച് കീവേഡ്സ് അല്ലേ, ആ കീവേഡ്സ് നമ്മൾ ക്ലാസ്സിൽ അണ്ടർലൈൻ ചെയ്ത് മാർക്ക് ചെയ്ത് തരും. അത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. മീൻസ് അതാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഫുള്ള് ബൈ ഹാർട്ട് ചെയ്താൽ വെൽ ആൻഡ് ഗുഡ്, പക്ഷെ അത് പോസിബിൾ അല്ല, കാരണം അത്ര അധികം കണ്ടന്റ് ഉണ്ട്, പോസിബിൾ അല്ല. അപ്പോൾ കീവേഡ്സ് അല്ലേ, കീവേഡ്സ് നമ്മൾ നോട്ട്ബുക്കിൽ തരും, പ്ലസ് ടെക്സ്റ്റ് ബുക്കിൽ മാർക്ക് ചെയ്തില്ലേ, അതാണ് നിങ്ങൾ എക്സാമിന് എഴുതേണ്ടത്. ക്ലിയർ. അപ്പോൾ ഓരോ ചാപ്റ്റർ, ഇപ്പോൾ എൻ്റെ സബ്ജക്റ്റ് ഞാൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാം, ഞാൻ പറഞ്ഞുതരാം, ഏകദേശം ഇന്ന സെക്ഷനിൽ ഇന്ന ഹെഡ് കീവേഡ് കോട്ട് ചെയ്യണമെന്ന് പറയും. അപ്പോൾ അതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ മതി, അങ്ങനെ പഠിച്ചു പോയാൽ മതി. ഓക്കെ, ഫൈൻ. ഇനി ടാക്സ് ലോനെ കുറിച്ച് പറയണം. ഫസ്റ്റ് അതിന് മുമ്പ് ഇൻഡയറക്റ്റ് ടാക്സസിൻ്റെ മെറ്റീരിയൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, ICAയുടെ മെറ്റീരിയൽ നോക്കുകയാണെങ്കിൽ 15 ചാപ്റ്റേഴ്സാണ് വരുന്നത്. മോഡ്യൂൾ 1 15, മോഡ്യൂൾ 1 7, മോഡ്യൂൾ 2 ബാക്കി 8. ഇങ്ങനെ 15 ചാപ്റ്റേഴ്സാണ് വരുന്നത്. അതിലൊരു 3-4 ചാപ്റ്ററൊക്കെ ഇല്ലേ വളരെ ചെറിയ ചാപ്റ്റേഴ്സാണ്. 3-4 പേജസ്, 5-10 പേജസ് ഒക്കെ വരുന്ന കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ട്, ചെറിയ ചെറിയ ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ എഫക്റ്റീവ്ലി ഒരു 12-13 ചാപ്റ്റർ അല്ലേ പഠിക്കാണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, സോ ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ വെരി ബേസിക് തിങ് എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ ഈ പറഞ്ഞ എക്സാമ്പിൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇൻഡയറക്റ്റ് ടാക്സിൽ ടാക്സ് കളക്ട് ചെയ്ത് അടയ്ക്കേണ്ട ഉത്തരവാദിത്തം ഇറ്റ് ഈസ് ഓൾവേസ് വിത്ത് സപ്ലയർ. ഓക്കെ, ഇപ്പം ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിൾ ആണെങ്കിൽ ഷാറൂഖ് ഖാൻ അല്ലേ. ടാക്സ് ബേർഡൻ വരുന്നത് ആർക്കായിരിക്കും? ഇൻസിഡൻസ് ഓഫ് ടാക്സ് പറഞ്ഞാൽ ഭാരം ചുമക്കുന്നവൻ അല്ലേ, ആരായിരിക്കും? റെസിപ്പിയൻറ്റ്. ഇപ്പോൾ എക്സാമ്പിൾ ഹൊമ്പാലെ. ഇപ്പോൾ 2 പാർട്ടിയുണ്ട്, സപ്ലയറും റെസിപ്പിയൻറ്റും. ഓക്കെ അല്ലേ? യെസ്. പക്ഷേ ഇൻകം ടാക്സ് അങ്ങനെയല്ല. ഇൻകം ടാക്സിൽ ടാക്സ് പേയ്മെൻറ്റും ബേർഡൻ ഓഫ് ടാക്സും രണ്ടും ഒരാൾക്ക് തന്നെയാണ്. ആർക്കാണോ വരുമാനം കിട്ടിയത് അയാൾക്ക് കിട്ടിയ വരുമാനത്തിൽ നിന്ന് ഒരു ഷെയർ ആർക്ക് കൊടുക്കണം? ഗവൺമെൻറ് കൊടുക്കണം അല്ലേ. ഫൈൻ. സോ ആർക്ക് തന്നെയാണ്? സപ്ലയർ. അതായത് പേഴ്സൺ ഹു ഈസ് ഗെറ്റിംഗ് ദ ഇൻകം ഹാസ് ടു പേ ടാക്സ് ടു ഗവൺമെൻറ്. ഓക്കെ, ഫൈൻ. ഇനി ഒരു പ്രാക്ടിക്കൽ കേസ് കൂടി ജസ്റ്റ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം. വിച്ച് ഹാപ്പൻഡ് സം ഫ്യൂ ഇയേഴ്സ് ബാക്ക്. എൻ്റെ ഒരു ക്ലയൻറ്റ് ഇൻകം ടാക്സ് ഫയൽ ചെയ്യാൻ
ഓഫീസിൽ വന്നിട്ട്. അപ്പോൾ അയാളുടെ ഇൻകം ടാക്സ് ഒരു വിചിത്രമായിട്ടുള്ള ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട് ഞാൻ കണ്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ജസ്റ്റ് ഷെയർ ചെയ്യുമെന്ന് വിചാരിച്ചു. പേരൊന്നും ഷെയർ ചെയ്യുന്നില്ല, ജസ്റ്റ് ഒരു ഡാറ്റ മാത്രം. അപ്പോൾ ഈ ഒരു ക്ലയൻറ്റ് ആക്ച്വലി മിഡിൽ ഈസ്റ്റിൽ ജോലി ഉണ്ടായിരുന്നു, ദുബായിലായിരുന്നു. മാസം 6 lakh rupees സംതിങ് സാലറി ഉണ്ടായിരുന്നു. അല്ല, അവിടെ 8 lakh സംതിങ് സാലറി ഉണ്ടായിരുന്നു. എന്നിട്ട് പുള്ളിക്കാരൻ നാട്ടിൽ വന്നു, ഒരു IT കമ്പനി ജോയിൻ ചെയ്തു. എന്നിട്ട് മന്ത്ലി ഇവിടെ ചെന്നൈയിൽ ഹീസ് ഗെറ്റിംഗ് അറൌണ്ട് 6 lakh rupees സാലറി. അപ്പോൾ 6 lakhs പറയുമ്പോൾ ഏകദേശം 70 to 73 lakhs അല്ലേ, ബോണസ് എല്ലാം ചേർത്ത് 73 lakhs സാലറി ഉണ്ട് പുള്ളിക്ക്. ഈ 73 lakhs സാലറിയുള്ള വ്യക്തി കണ്ടോ, ഈ താഴത്തുള്ള ഡാറ്റയിൽ 22.56 പുള്ളി അടയ്ക്കാനുള്ള ഇൻകം ടാക്സ്. ഏകദേശം 23 ലക്ഷം വെച്ചോളൂ, 23 ലക്ഷമാണ് പുള്ളി അടയ്ക്കാനുള്ള ഇൻകം ടാക്സ്. സോ അങ്ങനെയാണെങ്കിൽ ബാക്കി പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് അല്ലെങ്കിൽ ഇൻകം ആഫ്റ്റർ ടാക്സ് പറയുമ്പോൾ ഏകദേശം എത്ര വരും, 50 lakhs വരും. ക്ലിയർ. സോ ഓൾമോസ്റ്റ് ഒരു 1/3 ഓഫ് റവന്യൂ ഇസ് ആക്ച്വലി ടേക്കൺ ബൈ ഗവൺമെൻറ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 24 ലക്ഷം ഏകദേശം എടുക്കാം, 23-24 ലക്ഷം വെച്ചാൽ 6 ലക്ഷം രൂപയാണ് മന്ത്ലി സാലറി എങ്കിൽ 4 മാസം ശമ്പളം, 4 മാസം ശമ്പളം പറയുമ്പോൾ ഏകദേശം 23-24 ലക്ഷം വരുമല്ലോ. 4 മാസം ശമ്പളം ഇറ്റ് ഇസ് ടേക്കൺ ബൈ ഗവൺമെൻറ് ആസ് ടാക്സസ്. So 4 months he is actually working for government, balance 8 months he is working for his family. അല്ലേ, ഫൈൻ. നൗ ഇതേ വ്യക്തി ഈ 50 ലക്ഷം ബാക്കിയുണ്ടല്ലോ, ഈ 50 ലക്ഷം പുള്ളിയുടെ കയ്യിലുണ്ടല്ലോ, ഈ 50 ലക്ഷം വെച്ച് പുള്ളിയുടെ ഒരു ഡ്രീം കാർ, എക്സാമ്പിൾ ഫോർച്യൂണർ വെച്ചോളൂ, ഫോർച്യൂണർ മേടിക്കാൻ തീരുമാനിച്ചാൽ 50 ലക്ഷം വെച്ചില്ല, ഏകദേശം ഈ 50 lakhs കാറിൽ ഏകദേശം GST എമൗണ്ട് ഇല്ലേ, GST എമൗണ്ട് കംസ് ടു അറൗണ്ട് 14 lakhs. കണ്ടോ, പിന്നെ ഇൻഷുറൻസും ബാക്കി കാര്യങ്ങളൊക്കെ കയറി വരുമല്ലോ. 15 ലക്ഷം വെച്ച് കൂട്ടും, 14-15 ലക്ഷം രൂപ ഇൻകം ടാക്സിൽ, അടച്ച ടാക്സിൽ ഏതായിരിക്കും, GST ഉണ്ട് കാർ മേടിച്ചാൽ. സോ എഫക്റ്റീവ്ലി കാറിൻ്റെ പ്രൈസസ് അറൗണ്ട് 35 lakhs. 35 lakhs കാറിൽ 15 lakhs എന്ന് കൂടി ഉണ്ട്, GST കൂടി ഉണ്ട്. ക്ലിയർ. സോ ആ രീതിക്ക് അത് മനസ്സിലാക്കണം. ഓക്കെ, ഫൈൻ. സോ എൻഡ് ഓഫ് ദ ഡേ ഏർണിംഗ് 73 lakhs ഇൻകം, he end up getting an item worth actually 35 lakhs. ബാക്കി ഓൾമോസ്റ്റ് 40 lakhs അടുത്തില്ലേ, 30-35 lakhs അടുത്തില്ലേ, ഇറ്റ് ഇസ് ആക്ച്വലി ടേക്കൺ ബൈ ഗവൺമെൻറ് ഇൻ 2 ടാക്സസ്. ഓക്കെ, ഫൈൻ. ഇനി നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ GST നമ്മളെ ഒരുപാട് രീതിക്ക് ബാധിക്കുന്നുണ്ട്. പല കാര്യങ്ങളും നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രം, പക്ഷേ ശരിക്കും പറഞ്ഞാൽ GST നമ്മൾ ഒരുപാട് കാര്യത്തിൽ ബാധിക്കുന്നുണ്ട്. കാരണം നമ്മൾ വീട്ടിൽ പോയിട്ട് സാധനം മേടിക്കുന്ന, വീട്ടിലെ ആവശ്യങ്ങൾക്ക് സാധനം മേടിക്കുമ്പോഴൊക്കെ നമ്മൾ GST അടയ്ക്കുന്നുണ്ട്. പക്ഷേ ചില പ്രൊഡക്ട്സിനും സർവീസിനും GST അടയ്ക്കുന്നുമില്ല. ഫോർ എക്സാമ്പിൾ കോച്ചിങ് GST അടയ്ക്കുന്നുണ്ട്, ശരിയല്ലേ? പക്ഷേ റീസെൻ്റ്ലി നിങ്ങൾ ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റൽ ട്രീറ്റ്മെൻറ്റ് 300-400 rupees അല്ലെങ്കിൽ ഡോക്ടറെ കാണാനുള്ള ഫീസ് ഉണ്ടാവില്ലേ, പിന്നെ ട്രീറ്റ്മെൻറ്റ് ഒരു 5,000 രൂപ 10,000 ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓപ്പറേഷന് 1 lakh വന്നിട്ടുണ്ടെങ്കിൽ അതിന് GST അടച്ചിട്ടുണ്ടോ? ഉണ്ടാവില്ല. കാരണം ദർ ആർ സർട്ടൻ സർവീസസ് വിച്ച് ആർ എക്സംപ്റ്റഡ്. എക്സംപ്റ്റഡ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ GST ചാർജ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഒരു 1 lakh rupees സർവീസ് ആണെങ്കിൽ പ്ലസ് GST ഇല്ല. അപ്പോൾ ഇന്ത്യയിൽ 2 ടൈപ്പ് ഓഫ് സപ്ലൈസ് ഉണ്ട്, ടാക്സബിൾ സപ്ലൈ ഉണ്ട്, എക്സംപ്റ്റഡ് സപ്ലൈ ഉണ്ട്. ക്ലിയർ. സോ അത് മനസ്സിലാക്കാൻ ഞാൻ ചെറിയ എക്സാമ്പിൾ, ഇവിടെ കൊച്ചി എടപ്പള്ളിയിൽ ലുലു എടുക്കാം. നിങ്ങൾ ലുലുവിലേക്ക് പോകണം വെച്ചോളൂ, ലുലുവിൽ പോയിട്ട് യു ആർ ബൈയിങ് സം മെറ്റീരിയൽസ് വെച്ചോളൂ, ഇമ്പോർട്ടഡ് ഗുഡ്സ്, ഒരു ബാഗോ എന്തെങ്കിലും ഐറ്റം വെച്ചോളൂ, ഇലക്ട്രോണിക്സ് ഗുഡ്സ് വെച്ചോളൂ, സോണിയുടെ ഒരു ഫോർ എക്സാമ്പിൾ TV വെച്ചോളൂ. ഇമ്പോർട്ടഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണെങ്കിൽ ഓർത്ത് വയ്ക്കുക, ഇറ്റ് ഇസ് ആക്ച്വലി ഇൻക്ലൂഡിങ് എ ടാക്സ് കോൾഡ് വാട്ട്, കസ്റ്റംസ് ഡ്യൂട്ടി. കസ്റ്റംസ് ഫൈനലി പഠിക്കാനുള്ളൂ, പക്ഷേ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു പ്രൊഡക്റ്റിന് മുകളിൽ നിന്ന് അടയ്ക്കണം, കസ്റ്റംസ് ഡ്യൂട്ടി അടയ്ക്കണം. പിന്നെ ആ പ്രൊഡക്റ്റ് ഇന്ത്യയിൽ വിൽക്കുന്ന സമയത്ത് എവിടെ ചാർജ് വാട്ട്, അഡീഷണൽ GST. അപ്പോൾ നിങ്ങളൊരു 1 lakh rupees TV മേടിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 10,000 രൂപ അതിൽ കസ്റ്റംസ് ഉണ്ടാവും, ഒരു 10-15,000 രൂപ GST ഉണ്ടാവും. ക്ലിയർലി. വാട്ട് ഹാപ്പൻസ് ഇഫ് യു ആർ ഗോയിങ് ആൻഡ് വാച്ചിങ് എ മൂവി വെച്ചോളൂ, ഫിലിം തിയേറ്റർ 200-300 rupees ടിക്കറ്റ് അല്ലേ വരികയാണെങ്കിൽ പ്ലസ് എന്ത് വരും, GST വരും. ഇറ്റ്സ് എ ടാക്സബിൾ സപ്ലൈ. ദെൻ you are going to a restaurant വെച്ചോളൂ, come on, and having a biryani. First of all tell me, goods or service? ഫുഡ് ഇല്ലേ, ഗുഡ്സ് ആണോ സർവീസ് ആണോ എന്നല്ലേ തർക്കം വരും. ഇറ്റ്സ് ആക്ച്വലി എ സർവീസ്. ക്ലിയർ. എവറി കൈൻഡ് ഓഫ് മൂവബിൾ പ്രോപ്പർട്ടിയാണ് ഗുഡ്സ്, അല്ലേ? ചിക്കൻ ബിരിയാണി ഈസ് ഈസിലി മൂവബിൾ, പക്ഷെ അത് സർവീസിലാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ പഠിക്കും പിന്നീട്. റെസ്റ്റോറൻറ്റ് പോവുകയാണെങ്കിൽ ടെൽ മീ, റെസ്റ്റോറൻറ്റ് സർവീസ് ആണ്, അതിൻ്റെ മുകളിൽ പ്ലസ് എന്ത് വരും, GST വരും. ദെൻ ലേറ്റർ യു ആർ ടേക്കിംഗ് എ മെട്രോ വെച്ചോളൂ, മെട്രോ എടുക്കുകയാണെങ്കിൽ ഇറ്റ്സ് ആക്ച്വലി എ സർവീസ്, ശരിയല്ലേ? പക്ഷേ മെട്രോ ടിക്കറ്റ് നിങ്ങൾ എടുത്ത് നോക്കൂ, അതിൽ GST ഉണ്ടാവില്ല, ബിക്കോസ് ഇറ്റ് ഇസ് എൻ എക്സംപ്റ്റഡ് സപ്ലൈ. ക്ലിയർ. എക്സംപ്റ്റഡ് സപ്ലൈ എന്ന് പറയും, ടാക്സ് ചാർജ് ചെയ്യുന്നില്ല. ക്ലിയർ. അതിനുശേഷം നിങ്ങൾ നേരെ ഇല്ലേ, ഫോർ എക്സാമ്പിൾ ഊബർ, ഓല പോലത്തെ ടാക്സി സർവീസാണ് പോകുന്നെങ്കിൽ
ടാക്സി സർവീസ് ആർ ആക്ച്വലി ടാക്സബിൾ. അതിന് GST അടയ്ക്കേണ്ടി വരും, തർക്കമൊന്നുമില്ല. യു ആർ ഗോയിങ് ടു റെയിൽവേ സ്റ്റേഷൻ ആൻഡ് ടേക്കിംഗ് എ ട്രെയിൻ വെച്ചോളൂ. ട്രെയിൻ കയറുകയാണെങ്കിൽ AC കോച്ച് നോൺ AC കോച്ച് ഇല്ലേ, AC കോച്ച് ആണെങ്കിൽ ഇറ്റ് ഇസ് ആക്ച്വലി ടാക്സബിൾ. 700 800 ഇപ്പോൾ വന്ദേ ഭാരത് പോലത്തെ ട്രെയിനൊക്കെ ആണെങ്കിൽ ഇറ്റ്സ് ആക്ച്വലി ടാക്സബിൾ. നോൺ AC ജനറൽ കോച്ചസ് ഉണ്ടാവില്ലേ, സ്ലീപ്പർ ക്ലാസ് ഓർഡിനറി കോച്ചസ് ഒക്കെ ഉണ്ടാവില്ലേ, അതെല്ലാം എക്സംപ്റ്റഡ് സപ്ലൈ കാറ്റഗറി വരുന്നതാണ്. ക്ലിയർ? അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ പഠിക്കും ഏതൊക്കെയാണ് ടാക്സബിൾ ഏതൊക്കെ എക്സംപ്റ്റഡ് എന്നതിൽ സെപ്പറേറ്റ് ചാപ്റ്റർ തന്നെ ഉണ്ട്. ക്ലിയർ? അപ്പോൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഒരുപാട് ചിലവാക്കുന്ന പൈസയിൽ GST ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഇല്ലേ. ക്ലിയർ? എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. ഇപ്പോൾ നമ്മൾ ഈ സെഷൻ എടുക്കുന്ന സമയത്ത് തന്നെ എനിക്കൊരു സ്റ്റുഡൻറ്റ് മെസ്സേജ് ഉണ്ടായിരുന്നു, ഇപ്പോൾ അയച്ചതാണ്. പുള്ളി പറഞ്ഞാൽ ഏതൊരു കടയിൽ പുള്ളി സാധനം ഓർഡർ ചെയ്തു, പിന്നെ വേണ്ട പറഞ്ഞു, പ്രൊഡക്റ്റ് വേണ്ട പറഞ്ഞപ്പോൾ പുള്ളി കടക്കാരൻ പൈസ തിരിച്ചു തരുന്നില്ല പറഞ്ഞു, കാരണം GST ബില്ലൊക്കെ അടിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അപ്പോൾ അവൻ പറഞ്ഞു, സാറ് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞ എക്സാമ്പിൾ ഞാൻ അയച്ചു, ഇത് ഈ പെണ്ണ് മേടിക്കാൻ പോയ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞത് എത്ര. അതിപ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ പറഞ്ഞു സെക്ഷൻ എനിക്ക് ഓർമ്മയില്ല, പക്ഷെ അവൻ പറയും ഞാൻ പറഞ്ഞു അത് റീഫണ്ട് തന്നേ പറ്റും, ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ എന്നൊക്കെ ഇല്ലേ പറഞ്ഞു. ആൻഡ് ദ പേഴ്സൺ ഗോട്ട് ദ റീഫണ്ട്, വെരി ഹാപ്പി. അപ്പോൾ ഞാൻ ഇപ്പോൾ അതിന് റിപ്ലൈ കൊടുത്ത മെസ്സേജ് അങ്ങനെ തന്നെ, നമ്മൾ 50 മാർക്കിന് വേണ്ടി പഠിക്കുക എന്നുള്ളൊരു അപ്രോച്ച് അല്ല അല്ലേ. നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലേ, ഒരാൾ സംസാരിക്കുമ്പോൾ നമ്മൾ പറയണമല്ലോ വ്യക്തമായിട്ട്, നമ്മൾ ഓതൻറ്റിക് ആയിട്ട് അതോറിറ്റിയിൽ പറയണം, ഇതിങ്ങനെയാണ് ഇങ്ങനെയല്ല, ഇതാണ് നിയമവശം എന്നില്ലേ. അത് എൻ്റെ സ്റ്റുഡൻസ് അറിയണം എന്ന് അല്ലെങ്കിൽ പറയണം എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള വ്യക്തിയാണ്. വെറുതെ ബൈ ഹാർട്ട് ചെയ്ത് കുറേ പ്രൊവിഷൻ പഠിച്ചിട്ട് എക്സാം എഴുതി പാസ്സാവുക എന്നുള്ളത് അത് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ചും കൂടെ എക്യുപ്ഡ് ആയിരിക്കണം അല്ലേ. ഇപ്പോൾ ഏത് ടാക്സ് ലോ ആണെങ്കിലും ഇതാണ് പ്രൊവിഷൻ, ഇതാണ് കാരണം, ഇതാണ് റീസൺ എന്നൊക്കെ ഇല്ലേ പറയാൻ പറ്റണം. ഓക്കെ ഫൈൻ. ഇനി ഒരു കാർ നിങ്ങൾ ഇമ്പോർട്ട് ചെയ്യാൻ വെച്ചോളൂ, എക്സാമ്പിൾ ഒരു കാർ നിങ്ങൾ ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ യു ഹാവ് ടു പേ വാട്ട്, കസ്റ്റംസ് ഡ്യൂട്ടി അല്ലേ. ഇന്ത്യയിൽ കസ്റ്റംസ് ഡ്യൂട്ടി ഓൺ കാർ കംസ് ടു അറൗണ്ട് 256%. അപ്പോൾ 1 കോടിയുടെ കാറാണെങ്കിൽ യു ഹാവ് ടു പേ 2.56 crores ആസ് കസ്റ്റംസ് ഡ്യൂട്ടി, ദെൻ ഓൺലി യു വിൽ ഗെറ്റ് ദിസ് കാർ. ക്ലിയർ? സോ എത്രത്തോളമാണ് ടാക്സേഷൻ എന്നല്ലേ മനസ്സിലാക്കുക. ഓക്കെ, ഇപ്പോൾ ആക്ച്വലി ഗവൺമെൻറ്റിൽ ഇന്ത്യൻ ഗവൺമെൻറ് UK ഗവൺമെൻറ് ആയിട്ടില്ലേ ഒരു മൾട്ടിലാറ്ററൽ ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് 3-4 monthsനകത്തല്ലേ ആണ് ഇംപ്ലിമെൻ്റ് ആവുള്ളൂ, കുറച്ച് ടൈം എടുക്കുന്നൊക്കെ പറഞ്ഞു. പക്ഷേ 6-7 മാസത്തിന് ശേഷം ഈ 256% ഒക്കെ 30-40% ആവും. അപ്പോൾ 1 കോടി അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു മാർക്കറ്റിൽ ഇപ്പോൾ ഒരു 80 ലക്ഷം രൂപയുള്ള കാറിന് ശരിക്കും 30 ലക്ഷം രൂപയ്ക്ക് അല്ലെങ്കിൽ 25 ലക്ഷം രൂപയ്ക്ക് ഇമ്പോർട്ട് ചെയ്ത് അത്രയും ടാക്സസ് ആയിരുന്നല്ലോ പണ്ട്. ആ ടാക്സ് എല്ലാം കുറച്ചിട്ടുണ്ട്. ഒരു 80 lakhsൻ്റെ കാറില്ലേ വിൽ ബി അവൈലബിൾ ഫോർ 40-45 lakhs. വി ഹോപ്പ് സോ. എന്നിട്ട് വേണം എനിക്കൊന്ന് മേടിക്കാൻ. യെസ്. ഇനി നമ്മുടെ ക്ലാസ്സിൻ്റെ അപ്രോച്ച് അല്ലേ എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞു പോവാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഓരോ ടോപ്പിക്കില്ലേ ഓരോ ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ചാപ്റ്ററിൽ പഠിക്കേണ്ട കാര്യങ്ങളുടെ ഒരു ബേസിക് ലെവൽ ഇൻട്രൊഡക്ഷനില്ലേ പറഞ്ഞിട്ട് ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് പറയും പ്രൊവിഷനെ കുറിച്ച്. ഇപ്പോൾ ചാപ്റ്റർ 2 സപ്ലൈ ആണെങ്കിൽ സപ്ലൈ എന്താണെന്നൊക്കെ കുറിച്ചുള്ളൊരു ഐഡിയ ഇല്ലേ, നമ്മൾ ബേസിക് ഐഡിയ ആദ്യം പറയും എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ട്. ദെൻ രണ്ടാമത്തത് പ്രൊവിഷൻ നമ്മൾ കണക്ട് ചെയ്യും, ഈ എക്സാമ്പിൾസുമായി നമ്മൾ പ്രൊവിഷൻ കണക്ട് ചെയ്യും. അപ്പോൾ നമ്മൾ അവിടെയാണ് നമ്മൾ ഡീറ്റെയിൽ ലോ പഠിക്കുന്നത്. പിന്നെ നമ്മളിത് അപ്ലൈ ചെയ്യണം, അതായത് ആൻസർ ഇല്ലേ ക്വസ്റ്റ്യൻ ആൻസർ പ്രാക്ടീസ് സോൾവ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം അണ്ടർസ്റ്റാൻഡിങ് പിന്നെ അപ്ലിക്കേഷൻ എന്നുള്ള കോൺസെപ്റ്റ് ഇല്ലേ അവിടെയാണ് നിങ്ങൾ എഴുതി പഠിക്കേണ്ടത്. ആസ് പെർ ദിസ് സെക്ഷൻ ഇതാണ് ഇതിൽ കീവേഡ്സ് ഇല്ലേ വെച്ചിട്ട് നിങ്ങൾ എഴുതി പഠിക്കണം. ക്ലിയർ? ഈ ഒരു സ്റ്റേജിൽ ഇപ്പം നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ക്ലാസ് ചെയ്യിപ്പിക്കും, കുറച്ച് അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് ഇല്ലേ ആയിട്ട് ചെയ്യിപ്പിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ സ്വന്തം കുറേ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഞാൻ സ്ലൈഡിൽ കാണിച്ചു തരും അല്ലെങ്കിൽ നോട്ടിൽ ബോർഡിൽ കാണിച്ചു തരും. അത് നിങ്ങൾ അതുപോലെ കോപ്പി ചെയ്യുന്നു. അടുത്ത ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾ സ്വന്തമായി ചെയ്യുന്നു. പിന്നെ ഹോംവർക്ക് ക്വസ്റ്റ്യൻ നിങ്ങൾ സ്വന്തമായി ചെയ്യുന്നു. നെക്സ്റ്റ് ഡേ ക്ലാസ്സിലില്ലേ ഹോംവർക്ക് ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യും. ക്ലിയർ? സോ അങ്ങനത്തെ ഒരു റൈറ്റിംഗ് പ്രാക്ടീസ് നിങ്ങൾക്ക് കിട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് CA ഇൻ്റർമീഡിയറ്റ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ക്വാളിഫൈ വരെ ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം വെച്ചാൽ ആ റൈറ്റിംഗ് പ്രാക്ടീസില്ല അതൊരു സെപ്പറേറ്റ് സ്കില്ലാണ്. അണ്ടർസ്റ്റാൻഡിങ് വെച്ച് മാത്രമായിട്ടും പിള്ളേർ ക്വാളിഫൈ ആവാതെ പാസ്സാവാത്ത ഇഷ്ടംപോലെ പിള്ളേർ നമുക്കറിയാം. കാരണം അവർക്ക് റൈറ്റിംഗ് പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ടാണ്. ക്ലിയർ? അപ്പോൾ നമ്മൾ ക്ലാസ്സിൽ പറയും സാർ 4 ക്വസ്റ്റ്യൻ ചെയ്യുക 5 ക്വസ്റ്റ്യൻ ചെയ്യുന്നൊക്കെ പറയുമ്പോൾ എക്സാമ്പിൾ അല്ലെങ്കിൽ 4 ക്വസ്റ്റ്യൻ ചെയ്യുക പറയുമ്പോൾ കുറേ പേര് ഒരു 80% സീരിയസ് ആയി ചെയ്യാറുണ്ട്. പക്ഷേ കുറച്ച് പേര് പിന്നെ ചെയ്യാൻ നോക്കാന്നൊക്കെ ആ ഒരു റിലാക്സേഷൻ എടുക്കാൻ പാടില്ല, ആ ഒരു മോഡിക്ക് പോകാൻ പാടില്ല. ഓക്കെ ഫൈൻ. ദെൻ നമ്മൾ റിവ്യൂ ചെയ്യാൻ ഇടയ്ക്കിടയ്ക്ക് ഒരു
സെഷൻസ് 2-3 സെഷൻ കഴിഞ്ഞാൽ എക്സാംസ് നടത്താറുണ്ട് ട്രിപ്പിൾ ഐ. സോ അതിൻ്റെ എക്സാംസിന് വേണ്ടി നിങ്ങൾ പ്രോപ്പറായിട്ട് ICAയുടെ എക്സാം എഴുതുന്ന അതേ സീരിയസ്നെസ്സിൽ നിങ്ങൾ ട്രിപ്പിൾ ഐയുടെ എക്സാം എഴുതിയാൽ ICAയുടെ എക്സാം നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. 100% ഞാൻ ഗ്യാരണ്ടി തന്നെ പറയുന്നത്. ട്രിപ്പിൾ ഐയുടെ എല്ലാ ഒരു മാസം ഒരു 3 എക്സാം ഉണ്ടാവും മിനിമം. 3 എക്സാം ഇല്ലേ, ഒരു 10 days കൂടുമ്പോൾ സാധാരണ എക്സാം വെക്കാറുണ്ട്. ഈ ട്രിപ്പിൾ ഐയുടെ എക്സാംസ് നിങ്ങൾ പ്രോപ്പറായിട്ട് സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ICAയുടെ എക്സാം നിങ്ങൾക്ക് എന്തായാലും ക്വാളിഫൈ ചെയ്യാൻ പറ്റും. കാരണം അത്രയും ഏരിയ നിങ്ങൾ കവർ ചെയ്ത് നിങ്ങൾക്ക് എഴുതി പ്രാക്ടീസ് ഉണ്ട്. ക്ലിയർ. ട്രിപ്പിൾ ഐയുടെ എക്സാം കഴിഞ്ഞിട്ട് അതിന് മാർക്ക് വരുമ്പില്ലേ, ഒരു 75 to 80% നിങ്ങൾക്ക് മാർക്ക് കിട്ടണം നോക്കണം. 40-50 നിൽക്കാൻ പാടില്ല. 70-80% മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾ ട്രാക്കിലാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ക്ലിയർ. അപ്പോൾ എപ്പോഴും നമ്മളത് കമ്പയർ ചെയ്യണം. ഓക്കെ, റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കണം. നമ്മുടെ മാർക്കില്ലേ, ഇതിൽ മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഏരിയയുടെ ഫോക്കസ് കൂട്ടണം. ഓക്കെ, ഫൈൻ. ഇനി നമ്മൾ ക്ലാസ് മെറ്റീരിയലില്ലേ യൂസ് ചെയ്യുന്നത്, നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നമുക്കൊരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, ഒരു മെറ്റീരിയൽ നമ്മൾ ക്ലാസ് മെറ്റീരിയൽ കൊണ്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ട്രിപ്പിൾ ഐയുടെ മെറ്റീരിയൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അത് വെച്ചിട്ട് നമ്മൾ ക്ലാസ് എടുക്കുക. ഈ മെറ്റീരിയൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ICAയുടെ മെറ്റീരിയൽ ഇല്ലേ, നിങ്ങളുടെ കയ്യിലുണ്ടാവുള്ള മെറ്റീരിയൽ ഉണ്ടാവില്ലേ, അത് വെച്ചിട്ട് തന്നെയാണ്. പക്ഷെ അത് വെച്ചിട്ട് തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൽ വേണ്ട കീവേഡ്സ് ഇല്ലേ, മെയിൻ ടോപ്പിക്കില്ലേ, പഠിക്കേണ്ട ഏരിയാസ് ഇല്ലേ, അത് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, വായിച്ചിട്ട് നോട്ട് ചെയ്തിട്ട് അത്ര ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ നമ്മുടെ ബുക്കിൽ വെച്ചിട്ടുള്ളൂ. സിമ്പിളായി പറഞ്ഞാൽ ICAയുടെ ഒരു ചാപ്റ്റർ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ രജിസ്ട്രേഷൻ എന്ന ചാപ്റ്റർ എടുക്കുകയാണെങ്കിൽ 110 പേജ് ഉണ്ട്. ICAയുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ 110 പേജാണ് ഒരു ചാപ്റ്റർ രജിസ്ട്രേഷൻ. പക്ഷെ ഞാൻ നോക്കുമ്പോൾ അതിൽ ഒരു കാര്യം തന്നെ 4-5 സമയത്ത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്, ഇൻട്രൊഡക്ഷൻ എന്നൊക്കെ പറ്റും. അപ്പോൾ അത് നമുക്ക് അത്ര തവണ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, ഒരു ടോപ്പിക്ക് ഒരു സ്ഥലത്ത് പഠിച്ചാൽ പോരെ. ക്ലിയർ. അപ്പോൾ ഞാൻ ഇത് അതിന് കട്ട് ചെയ്തിട്ട് ഒരു സ്ഥലത്തേക്ക് മാത്രം ഒരു ടോപ്പിക്കാക്കി വെച്ചു. അങ്ങനെ നോക്കിയപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഏകദേശം 42 പേജോ 43 പേജാണ് രജിസ്ട്രേഷൻ ചാപ്റ്റർ വരും. പക്ഷേ ആ 42 പേജ് നിങ്ങൾ ഫുള്ള് പഠിക്കണം. അപ്പോൾ എല്ലാ ചാപ്റ്ററും നമ്മൾ ICAയുടെ മെറ്റീരിയൽ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ICAയുടെ നമ്മുടെ മെറ്റീരിയൽ ഫോളോ ചെയ്തിട്ട് അതിൻ്റെ നോട്ട്സൊക്കെ നമ്മൾ എഴുതിയിട്ടുണ്ടല്ലോ, നോട്ട്ബുക്ക് എഴുതിയിട്ട് അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ സോൾവ് ചെയ്യുന്നുണ്ടാവുമല്ലോ, അതെല്ലാം ചെയ്തിട്ട് ആ ചാപ്റ്റർ കഴിഞ്ഞ ശേഷം ICAയുടെ മെറ്റീരിയൽ എന്ത് ചെയ്യുക, ഒന്ന് പെട്ടെന്ന് വായിച്ച് തീർക്കുക. ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് സ്പീഡിൽ ഒന്ന് വായിച്ച് തീർക്കുക. മെയിൻ പോയിന്റ്സ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് പോവുക. ICAയുടെ ടെക്സ്റ്റ് ബുക്സിലെ ക്വസ്റ്റ്യൻ ഉണ്ടാവില്ലേ, അഡീഷണൽ ചിലപ്പോൾ 1-2 ക്വസ്റ്റ്യൻ, കാരണം മെയിനായിട്ട് നമ്മളെല്ലാം ബുക്കിൽ തന്നെ കവർ ചെയ്യും. ICAയുടെ അഡീഷണൽ ക്വസ്റ്റ്യൻസ് ഇല്ലേ, ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസ് ഇല്ലേ, അതൊന്ന് ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്ത് നോക്കുക. അതിൻ്റെ ഉത്തരം അതിലുണ്ടാവുമല്ലോ. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ സ്റ്റേജിൽ ICAയുടെ മെറ്റീരിയൽ പഠിച്ചാൽ മതി. ഫസ്റ്റിൽ ഒരു 80-90% കണ്ടന്റ് വിൽ ബി ഓൾറെഡി കവേർഡ് ഹിയർ ഇറ്റ് സെൽഫ്. കണ്ടന്റ് ഫുള്ള് കവർ ചെയ്യും. ചെറിയ കുറച്ച് ഇൻട്രൊഡക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഏരിയാസ് ഒക്കെ ഇല്ലേ, വായിച്ച് ചെറിയൊരു ഓവറോൾ ഐഡിയ കൂടി നിങ്ങൾക്ക് എക്സ്ട്രാ കിട്ടാം, അത്രേ ഉള്ളൂ. ഓക്കെ, ഫൈൻ. പിന്നെ നിങ്ങൾക്കൊരു വർക്ക് ബുക്ക് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ബാങ്ക് രീതിക്ക് ഒരു മെറ്റീരിയൽ ട്രിപ്പിൾ ഐ പ്രൊവൈഡ് ചെയ്യാം. പാസ്റ്റ് എക്സാംസിൻ്റെ RTP MTP ഒക്കെ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇല്ലേ, അപ്പോൾ ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഓരോ ചാപ്റ്റർ കഴിഞ്ഞ ശേഷം ഇത് സോൾവ് ചെയ്യാൻ പറ്റില്ലേ, നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് എക്സാമിന് ക്വസ്റ്റ്യൻ വരുന്നതും എങ്ങനെയാണ് ICA എക്സ്പെക്ട് ചെയ്യുന്നൊക്കെ ഇല്ലേ, ഒരു ഐഡിയ കിട്ടാൻ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് നിങ്ങൾക്ക് ട്രിപ്പിൾ ഐന്ന് പ്രൊവൈഡ് ചെയ്യണം. ഇനി ഡൗട്ട്സ് ചോദിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലാസ്സിൽ തന്നെ എന്ത് ചെയ്യാം, ഒരു ടോപ്പിക് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആ ടോപ്പിക്ക് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൈ റൈസ് ചെയ്തിട്ട് തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം, ഡൗട്ട് ചോദിക്കാം. ഓർ ഇനി മടിയുള്ള ആൾക്കാർക്ക് ബ്രേക്ക് ടൈം വരാം. ഓർ നിങ്ങൾക്ക് വീട്ടിൽ വന്നതിന് ശേഷമാണ് ഡൗട്ടെങ്കിൽ വാട്സാപ്പിലും ചോദിക്കാം, ഒരു കുഴപ്പമില്ല. ഓക്കെ, വാട്സാപ്പിൽ ചോദിക്കാം, ഞാൻ മാക്സിമം ഒരു അപ്പം തന്നെ കാണുമ്പോൾ തന്നെ റിപ്ലൈ ചെയ്യും. ചിലത് ഡീറ്റെയിൽ ആയി പറയുകയാണെങ്കിൽ നെക്സ്റ്റ് ഡേ ക്ലാസ്സിലല്ലേ വേണമെങ്കിൽ ഡീറ്റെയിൽ ആയി പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വരുന്ന ഡൗട്ട്സ് ഒക്കെ ഇല്ലേ, ഡൗട്ട്സ് ഒക്കെ ജസ്റ്റ്, പക്ഷേ മിക്കവാറും വരുന്ന ഡൗട്ട്സ് ഒക്കെ സ്ഥിരം ഒരു 80% കേസ് എങ്ങനെയാണെന്ന് വെച്ചാൽ കുട്ടികൾ ചോദിക്കുന്ന ഡൗട്ടായിരിക്കും നമ്മൾ അടുത്തെടുക്കാൻ പോകുന്ന ടോപ്പിക്. അപ്പോൾ ഞാൻ പറയും അടുത്തെടുക്കും, കാരണം നമുക്കറിയാമല്ലോ ചോദ്യം വരുമ്പോൾ തന്നെ മനസ്സിലായി, സാർ ഇതെന്താ അടുത്ത് പറയാം. ഓക്കെ, അപ്പോൾ മിക്കവാറത്തിൻ്റെ ആൻസർ അപ്പം തന്നെ ക്ലാസ് കവർ ചെയ്യും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബ്രേക്ക് ടൈമിൽ വന്ന് ചോദിക്കാം. ഓക്കെ, ഫൈൻ. ഇനി ടു കൺക്ലൂഡ്, വൈ ട്രിപ്പിൾ ഐ എന്നല്ലേ അതിൻ്റെ ആൻസർ കൂടി പറഞ്ഞ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. എന്ത് ചെയ്യാം, നിങ്ങൾക്ക് CA ഇൻ്ററിൻ്റെ നിങ്ങളുടെ ജേർണി സ്മൂത്ത് ആക്കണമെങ്കിൽ ട്രിപ്പിൾ ഐ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ റെഡിയാണ്. ഒരു 80% ട്രിപ്പിൾ ഐ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന കണ്ടന്റ് എല്ലാം വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പാസ്സാൻ പറ്റും. ബാക്കി നിങ്ങൾക്ക് 20% പാസ്സാവാനുള്ള ആ 20% അത് സൈഡ് നിങ്ങളുടെ സൈഡിൽ നിന്നുള്ള എഫേർട്ട് ഉണ്ടാവണം. അപ്പോൾ നമ്മൾ പറയുന്ന രീതിക്ക് തന്നെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പാസ്സാക്കാൻ പറ്റും. അപ്പോൾ അതിനുള്ള എല്ലാ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ നമ്മളോട് പ്രൊവൈഡ് ചെയ്യും, ബുക്കും മെറ്റീരിയൽ എല്ലാം പ്രൊവൈഡ് ചെയ്യും. ഞങ്ങൾ തരുന്ന ഇൻസ്ട്രക്ഷൻസും അക്കാഡമിക് ടീമിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഇല്ലേ, നിങ്ങൾ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം മാത്രം നിങ്ങൾ തന്നാൽ മതി. ഏറ്റവും ലാസ്റ്റ് നിങ്ങൾക്ക് നമ്മൾ എന്തിനാണ് വർക്ക് ചെയ്യും, നമ്മുടെ ഗോൾ എന്താ, ഇപ്പം നമ്മുടെ ഷോർട്ട് ടേം ഗോൾ എന്താ, CA എൻ്റർ പാസ്സാവണം. CA എൻ്റർ പാസ്സാവണമെങ്കിൽ അതിൻ്റെ എക്സാംസ് ഷുഡ് ബി ക്രാക്ക് ചെയ്യാൻ പറ്റണമല്ലോ. ആ എക്സാംസ് ക്രാക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം,
ട്രിപ്പിൾ എയുടെ എക്സാംസ് അല്ലേ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നത് നോക്കണം. ട്രിപ്പിൾ എയുടെ എക്സാംസ് ക്രാക്ക് ചെയ്യണമെങ്കിൽ ഓബ്വിയസ്ലി എന്ത് ചെയ്യണം, ആ അടുത്ത ടോപ്പിക്സ് അതുവരെ പ്രോപ്പറായി പഠിക്കണം, റിവിഷൻ കഴിയണം, ടൈമിൽ എഴുതി തീർക്കണം അല്ലേ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റിലേക്ക് കൺക്ലൂഡ് ചെയ്യാം. ട്രിപ്പിൾ എയുടെ എക്സാംസ് നിങ്ങൾ സീരിയസ് ആയിട്ട് ഫോക്കസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഐസിയുടെ എക്സാംസ് കിട്ടും. സോ ഇത് വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ബ്രിഡ്ജ് കോഴ്സ് കൺക്ലൂഡ് ചെയ്യുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ നമ്പർക്ക് വാട്സപ്പ് ചെയ്യാം. ഓക്കെ, 8089475844 എന്നീ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൽ അപ്രോച്ച് ചെയ്യാം. ഓക്കെ, താങ്ക് യു.